അച്ഛയും അമ്മയും കൂടി തിയേറ്ററിൽ പോയി ഞങ്ങൾ ഒപ്പം സിനിമ കാണുന്നത് പ്രീസ്റ്റാണ്. അതിന് മുമ്പ് ഒരു സിനിമ ഞങ്ങളങ്ങനെ കണ്ടായിട്ട് എനിക്ക് അങ്ങനെ ഓർമ്മയില്ല. ഞാൻ കണ്ടിട്ടില്ല, അച്ഛൻ അവരുടെ ഒപ്പം സിനിമ കണ്ടിട്ടില്ല. പക്ഷേ ഞാനിങ്ങനെ ഒരു സിനിമയുടെ പറയുന്ന സമയത്ത് എന്താ പറയുക, അതിന് ഭയങ്കര സപ്പോർട്ട് ചെയ്യാതിരുന്നിട്ടില്ല. അത് എന്താ ചെയ്ത് നോക്ക്, അത് സെറ്റായില്ലെങ്കിൽ വേറെ വഴി നോക്കാം എന്ന് പറയുന്ന കുറച്ച് കാലം അതിൽ നോക്കി നോക്ക് എന്നുള്ളൊരു അഡ്വൈസായിരുന്നു അച്ഛൻ്റെ ഭാഗത്തുനിന്ന് തന്നിട്ടുണ്ടായിരുന്നത്. ചെറുപ്പത്തിൽ സാർ ഒരുപാട് ഇഷ്ടപ്പെട്ട സിനിമാ ജീവിതത്തിലേക്ക് വന്ന ഒരാളാണെന്ന് പറഞ്ഞു. 2012-13 ആയപ്പോഴേക്കും സിനിമയിലേക്ക് വരാനായിട്ടുള്ള ഒരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ രേഖയുടെ കഥാപാത്രവും സാറിൻ്റെ കഥാപാത്രവും തമ്മിൽ ഒരുപാട് സാമ്യമുണ്ടെന്ന് തോന്നി. അപ്പോൾ രേഖയുടെ കഥാപാത്രത്തിലേക്ക് എന്തെങ്കിലും സാറിൻ്റെ കഥാപാത്രത്തിന് ആപ്ലിക്കബിൾ ആയിട്ടുണ്ടോ? അതുണ്ട്. അത് പറയുന്ന ഞാൻ വേറൊരു ഇൻ്റർവ്യൂവിലും പറഞ്ഞൊരു സംഭവമാണ്. അത് ക്ലൈമാക്സിലൊരു ഈ രേഖയുടെ കഥാപാത്രത്തിൻ്റെ ഒരു കഥാപാത്ര സൃഷ്ടിയിൽ ഈ 2 കാസറ്റ് എടുക്കുന്ന സമയത്ത് ഒരു മമ്മൂക്ക സിനിമയുടെ കാസറ്റ് വരുന്നു എന്ന് പറയുന്നത് എൻ്റെ ലൈഫിലും ഉണ്ടായിട്ടുള്ള ഒരു കാര്യമാണ്. അത് രേഖയുടെ അതായത് തൃഷ്ണ എന്ന് പറയുന്ന ഒരു സിനിമയാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ വീട്ടിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത് സൈന്യം എന്ന് പറയുന്ന ഒരു സിനിമയായിരുന്നു. അപ്പോൾ എല്ലാ ദിവസവും സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ സൈന്യം കാണുക എന്ന് പറയുന്ന സംഭവം എനിക്ക് സ്ഥിരമായിട്ടുണ്ടായിരുന്നൊരു സംഭവം, ഒരു പരിപാടിയായിരുന്നു. അപ്പോൾ അത് ചെറുതായിട്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. എനിക്ക് സാറിൻ്റെ ഇൻ്റർവ്യൂസ് കണ്ടപ്പോഴും അല്ലെങ്കിൽ സാറിൻ്റെ ആദ്യത്തെ മൂവി ദ പ്രീസ്റ്റ് കണ്ടപ്പോഴും ഒക്കെ തോന്നിയത് സാറ് ഭയങ്കര ഒരു മമ്മൂട്ടി ഫാനായിരുന്നു. ആ മമ്മൂട്ടി ഫാനാണോ ഒരു സംവിധായകനാവാനുള്ള ഒരു പ്രചോദനം ഉണ്ടായത്? അതെ, മമ്മൂക്ക ആരാധന. അതിനൊപ്പം തന്നെ എല്ലാ സിനിമകളും കാണുന്നതാണ് ഞാൻ.